ഹലോ ഗൈസ്, യു കെയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് ട്രെയിൻ കയറിയാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ്. ഇവിടെ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ്. റോഡിലെ ട്രാഫിക് വെച്ച് നോക്കുമ്പം ലണ്ടൻ സൈഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ്. കാശും കുറവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. കിംഗ്ലെയർ സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട് മേഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം എന്ന് ലണ്ടനിൽ. അതെ, ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന മെഴുക് പ്രതിമകളുടെ ഒരു മ്യൂസിയമാണിത്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. ഒരാൾക്ക് 45 പൗണ്ടായി. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 5000 രൂപ അടുത്ത് വരും കേട്ടോ. ഓരോരുത്തർക്കും പ്രത്യേക സമയമുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു 11:45. ആ ടൈമിൽ ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടു. കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. അതായത് നമ്മളകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ലൈറ്റ് കൊണ്ടൊരു മായാജാലം തന്നെ അവർ നമുക്ക് വേണ്ടി തീർത്തിട്ടുണ്ട്. പിന്നെ മെഴുകു പ്രതിമകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ബോളിവുഡ് താരങ്ങൾ, ഹോളിവുഡ് താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ചരിത്ര പുരുഷന്മാർ, അങ്ങനെ ഒരുപാട് പേരുടെ മെഴുകു പ്രതിമ അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ പ്രതിമകൾക്കും നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അമിതാഭ് ബച്ചൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും സച്ചിൻ തെണ്ടുൽക്കർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതിമകൾ നമുക്ക് അവിടെ കാണാൻ പറ്റി. എല്ലാം നമുക്ക് നല്ലൊരു പുതിയ അനുഭവമായിരുന്നു. ഈ പ്രതിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെഴുക് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. അത്രയ്ക്ക് ഫിനിഷിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ആദ്യം തോന്നുകയുള്ളൂ. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവരതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ആ കാര്യത്തിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് അടിപൊളി കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കുറേ മെഴുകു പ്രതിമകൾ, അത്രയും കാണാൻ എന്തിനാണ് ഇത്രയും വലിയ കാശ്? പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കുറേ കാഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. പുതിയൊരു അനുഭവത്തിൻ്റെ ആയിരുന്നു ഈ വാക്സ് മ്യൂസിയം. സമയം പോയതേ അറിഞ്ഞില്ല. അതുപോലെ കാണാനുണ്ട് ഇതിൻ്റെ അകത്ത്. വാക്സ് പ്രതിമകളുടെ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു ഹൊറർ ഫീലിലുള്ള ഒരു സ്ഥലമാണ്. പണ്ട് കാലത്ത് നടന്ന കൊലപാതകങ്ങളുടെ ഒരു നേർത്ത ആവിഷ്കാരം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. കാരണം കൊലപാതകങ്ങൾ നടന്ന വർഷവും അത് ചെയ്ത ആളും അതിൻ്റെ കാരണങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അത് കറക്റ്റായിട്ട് അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുമുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല പേടി തോന്നും. കാരണം മറ്റൊന്നുമല്ല, കുറച്ചുകൂടെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫാകും. നമ്മളൊരു ഹൊറർ പടത്തിൽ പെട്ട പോലെ ആയിപ്പോവും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ചില പ്രതിമകളൊക്കെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നൊരു രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചില പ്രേത സിനിമകളിൽ പ്രേതം പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരില്ലേ, അപ്പോൾ നമ്മൾ പേടിക്കില്ലേ, ആ ഒരു ഫീലാണ്. അത്രയും പേടിക്കുന്ന പോലെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോയത് ഒരു ടാക്സികളുടെ ഒരു നീണ്ട നിരയിലേക്കാണ്. ഒറിജിനൽ ടാക്സി അല്ല കേട്ടോ. ടാക്സിയിൽ കയറി ഒരു യാത്ര പോവുകയാണ്. നല്ല അതിമനോഹരമായ യാത്ര. പോകുന്ന വഴിയിലെല്ലാം മെഴുകു പ്രതിമകളുണ്ട്. അതായത് പുതിയൊരു മായാജാലമാണ് അവരൊരുക്കി വെച്ചത്. കാരണം പോകുന്ന വഴിക്ക് ചരിത്രങ്ങളിൽ നടന്ന പല സംഭവങ്ങളും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്നും നിശ്ചല പ്രതിമയല്ല, എല്ലാം ചലിക്കുന്നതാണ്. ഈ കാഴ്ചകൾ ഞങ്ങൾക്ക് പുതുമയായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നേരം പോകുന്നത് അറിയുകയില്ല. അതുപോലെയുണ്ട് ഈ കാഴ്ചകൾ. നല്ല അടിപൊളിയായിട്ട് അവരത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റി. നല്ല മനോഹരമായ കാഴ്ചകൾ. എല്ലാം അനുഭവിച്ച് തന്നെ അറിയണം. അതിൻ്റെ ഫീല് വേറെ ഒന്നാണ്. സമയം പോകുന്നതേ അറിയുന്നില്ല. അതുപോലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമാണ് വാക്സ് മ്യൂസിയം. വെറും മെഴുകു പ്രതിമകളുടെ ഒരു കൂട്ടം കാണാൻ പറ്റുമെന്നോർത്ത് പോയ ഞങ്ങൾ കണ്ടത് നല്ല മനോഹരമായ കാഴ്ചകളാണ്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എല്ലാം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെയാണ് അവരൊരുക്കി വെച്ചിരിക്കുന്നത്. ഒരു ടാക്സിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് പണ്ട് കാലത്ത് ഒരു ടാക്സിയിൽ യാത്ര ചെയ്തപ്പം ആ നാട്ടിൽ നടന്ന കാര്യങ്ങൾ എല്ലാം അതേപോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് അറിവ് തരുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്.
ഒരു നീണ്ട യാത്ര പോലെ തോന്നിപ്പിച്ചേയില്ല. കാരണം അത്രയ്ക്കും മനോഹരമായിരുന്നു. പോകുന്ന വഴിയിൽ മുഴുവൻ കാണാനുള്ളത് മാത്രമേ ഉള്ളൂ. ബോറടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചവരെ സമ്മതിക്കണം. വേറൊന്നും കൊണ്ടല്ല, നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ബോറടിപ്പിക്കുന്ന ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം സമയം പോയത് അറിഞ്ഞേയില്ല. ഒരെണ്ണം തീരുമ്പം മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഒന്നും ബോറടിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു. നേരം പോയതേ അറിഞ്ഞില്ല. 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ. പക്ഷേ ബോറടിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആ സമയം പെട്ടെന്ന് പോയതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ കൂടുതൽ അതിൻ്റെ അകത്ത് കാണാനുണ്ട്. നല്ല 3D എഫക്റ്റിലുള്ള ഒരു തിയേറ്ററും അതിലെ കാഴ്ചകളും മനോഹരമായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അങ്ങനെ മ്യൂസിയത്തിലെ ടാക്സി യാത്ര കഴിഞ്ഞു. ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ്. ഓക്കെ, ബൈ.